കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുന്ന ബിജെപിക്ക് അത് വേറൊരു തരം ഓക്സിജൻ കൂടി കിട്ടുന്നുണ്ട്. കൂട്ടുകക്ഷി ഭരണത്തിന്റെ തീവ്രതയിൽ നിന്ന് അവർക്ക് ഒരു ആശ്വാസം കൂടി കിട്ടും. ആശ്മിക്ക് ഈ ഗോപാൽ റായി അറിയാമോ? ഒരു പ്രേക്ഷകന്റെ ഒരു അഭിനന്ദനം വന്നിട്ടുണ്ട്. മുഹമ്മദ് ഷക്കീൽ പറയുന്നു, ആശ്മിയെ കാണുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ MLA ഗോപാൽ റായിയെ പോലെയുണ്ട്. അതെങ്ങനെ വന്നു? താടിയുടെ ആണോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മാത്രമല്ല ഈ വഴിയെ പോകുന്ന ആൾക്കാർക്ക് ആത്മീയമായിട്ട് എങ്ങനെ സാമ്യം വരും? ഞാനിങ്ങനെ ആലോചിക്കുക. ഷാജി പറയുന്നു കേട്ടോ, വളരെ വിലപ്പെട്ട ഒരു കാര്യം. ഈ പ്രേക്ഷകർ സൂപ്പർ കേസുകളാണ്. ഷാജി പറയാണ്, അതും 2 പ്രാവശ്യമുണ്ട്. ഷാജി ശ്രീകണ്ഠൻ ഇനിയിപ്പോ വിജയ വില്ലനാ ഇപ്പൊ കാണുന്നില്ല. പിന്നെ മിണ്ടത്തില്ലല്ലോ ഷാജി. അതായത് SK ആപ്പ് ഇനി ഡൗൺലോഡ് ആവത്തില്ല. അത് ഷാജി പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി ഡൗൺലോഡ് ആവാൻ വലിയ BJP ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണ്ട. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ തട്ടകം, അവർ ജനിച്ചു വളർന്ന സ്ഥലം ഡൽഹിയാണ്. അത് കൈവിട്ട് പഞ്ചാബിൽ പോയി അധികാരം പിടിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചാബിലും അവർക്ക് ഈ ഡൽഹിയുടെ വഴിയെ ആശങ്കപ്പെടുന്ന ആൾക്കാരുണ്ടാവും. കാര്യം ഡൽഹി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബാസ്റ്റണാണ്, അവരുടെ നട്ടലാണ് നഷ്ടപ്പെടുന്നത്. അതിൽ പ്രകാരം പിന്നെ പഞ്ചാബോ പിന്നെ അല്ലെങ്കിൽ ഗുജറാത്തിലെ സ്വാധീനം പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം നഷ്ടപ്പെടലല്ല. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആ പോരാട്ടത്തെ, ആ റവല്യൂഷനെ മുന്നിൽ നിന്ന് മുന്നോട്ടേക്ക് നയിച്ച, ആ റവല്യൂഷനെ 13 വർഷം കൊണ്ടു നടന്ന അതിന്റെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ